അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ റെമഡിയാണ്. പക്ഷേ അതൊരു വൈറലായി കൊണ്ടിരിക്കുന്ന രഞ്ജിമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടീഷ്യൻ ഇപ്പോഴത്തെ വൈറൽ ഫേസ് പാക്കില്ലേ, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് തുടങ്ങി ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. വീഡിയോ ഫുള്ള് കാണാൻ നോക്കാം. എങ്ങനെയാണ് എന്താണ് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ റിസൾട്ട് കിട്ടും, ചിലപ്പോൾ പണി കിട്ടും. ഇതൊരു പ്രൊഡക്റ്റ് ചെയ്തതിൻ്റെ പണി കിട്ടിയതാണിത്. ഞാനത് ഇപ്പം റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറയുക, ചെറിയ ജീരകവും മറ്റ് ഒരു റെമഡി ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് മാറും. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണണം. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്, മസ്റ്റായിട്ട് കാണണം. അപ്പം പിമ്പിൾസ് ഉള്ളവർക്കും മാർക്കുള്ളവർക്കൊക്കെ ബെസ്റ്റ് റെമഡി കൂടിയാണ്. അപ്പോൾ എന്തായാലും അത് പോയി കാണാം. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കേട്ടോ, തക്കാളിൻ്റെ പേസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കോഫിപ്പൊടി കേട്ടോ. ഇച്ചിരി കോഫി പൗഡർ ഇടാം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ കണ്ണെഴുതിയ വാട്ടർ പ്രൂഫാണ്. ലിപ്സ്റ്റിക്ക് വേറെ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. കാണിച്ചുതരാം. ഓക്കെ, ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. ഉണങ്ങിയതിന് ശേഷം വൈപ്പ് പ്രൂഫ് ചെയ്യാം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ഒന്നെങ്കിൽ തുടച്ചെടുക്കാം, അല്ലെങ്കിൽ കഴുകിക്കളയാം. എന്തായാലും ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഓക്കെ, കഴുകി നോക്കട്ടെ കേട്ടോ. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. 2ാമത്തെ ഓട്ട് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം തേച്ചു. നമുക്ക് ഗൈസ്
ഇതൊരു 7 ഡേയ്സ് അടുപ്പിച്ച് ചെയ്യാനാണ് വരുന്നത്. നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്കിന്ന് നല്ലോണം ഗ്ലോ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൻ്റെ ക്യാമറയല്ലേ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ട്. അതിന് നല്ല ഗ്ലോ, ഒരു ബ്രൈറ്റ്നെസ്സും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇതൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ചെയ്യാൻ പറ്റും. ഇത് 7 ഡേയ്സ് അടുപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും. നല്ലൊരു ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഗ്ലോ ഉണ്ടെങ്കിൽ 7 ഡേയ്സ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ റിസൾട്ട് ആലോചിച്ച് നോക്കും. നമ്മൾ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കിന്നിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതല്ല നമ്മൾ സ്കിന്നൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും നോക്കാതെ ഒരു കെയറും കൊടുക്കാതെ എന്താ പറയുക ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്കിൻ ഡാമേജ് ആവും. പെട്ടെന്ന് എഡ്ജ് തോന്നിക്കും, ഓപ്പൺ പോർസ് കൂടും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കൂടും. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആവും. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആരാണെങ്കിൽ പറയും വേണ്ട. അതിൻ്റെ പെട്ടെന്ന് ഏജ് തോന്നിക്കുന്നത് ഓയിലി സ്കിൻ ആണോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കും. പോരാത്തതിന് നമ്മുടെ സ്കിന്നൊക്കെ നമ്മളിപ്പം പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും സൺ ടാൻ അടിക്കും. നമ്മൾ ഒരു കെയറും കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കതിന് നല്ല പണി കിട്ടും. അപ്പം ഈ ഒരു പാക്ക് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, റിസൾട്ട് ഉണ്ടോ തോന്നുന്നു. എനിക്ക് നന്നായിട്ട് റിസൾട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 ഡേയ്സ് അടുപ്പിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.